Stay tuned to Kids Corner and set free from all tensions and worries. തോംസുട്ടി, ഞാൻ ഈ ഹോളി വീക്കിൽ ജീസസിൻ്റെ ഒരു സിനിമ ഉണ്ട്, പാഷൻ ഓഫ് ക്രൈസ്റ്റ്. ഓ, സഹിക്കാൻ വയ്യ. ഞാനും കണ്ടിരുന്നു. ഈശോയെ അടിക്കുന്നതും കുരിശി തടക്കുന്നതും. എന്തിനാണ് ഈശോ ഇത്രയ്ക്ക് ദ്രോഹിച്ചത്? അമ്മാമ്മ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പാവങ്ങളെ കാരണമാണ് ഈശോ ഇത്ര വേദന സഹിക്കേണ്ടി വന്നതെന്ന്. അതെങ്ങനെയാ? നമ്മൾ ഈശോ ജീവിച്ചിരിക്കുന്ന സമയത്തല്ലല്ലോ ജീവിക്കുന്നത്. പ്രേസ് ഗോഡ്. ഇന്നത്തെ കിഡ്സ് കോർണറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് കുറേ നോൺ വെജൊക്കെ കഴിച്ച് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണല്ലേ. വെക്കേഷനും തുടങ്ങി അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ അപ്പുക്കുട്ടനും തോമസ് കുട്ടിയും ഡിസ്കസ് ചെയ്ത പോലത്തെ ആ ഒരു സംശയം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ആ ഡൗട്ട് അങ്ങ് തീർക്കാം. അതിനു മുമ്പ് വചനവും സുകൃതവും പഠിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം 4-ാം വാക്യം. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. ഓക്കെ, ഇനി സുഖജപം. ഈശോയെ എല്ലാത്തിനും നന്ദി പറയാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഈശോയെ എല്ലാത്തിനും നന്ദി പറയാൻ എന്നെ അനുഗ്രഹിക്കണമേ. അങ്കിളെ, എന്തിനാണ് ഈശോ ഉയർത്തെഴുന്നേറ്റത്? മോൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഈശോ ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ നമ്മളുടെ വിശ്വാസം വ്യർത്ഥമായി പോകുമായിരുന്നു. നമ്മളുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ് ഈശോൻ്റെ ഉത്ഥാനം എന്ന് പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് കേട്ടു അല്ലേ? ഈശോ കുരിശിൽ മരിച്ചതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു. ഈശോ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു. നമുക്ക് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ മലർക്കെ തുറന്നു തന്നു. സ്വർഗം നമുക്ക് സ്വന്തമായി ഈശോൻ്റെ ഉദ്ധാനത്തോടു കൂടി. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൊടും പാപിക്ക് പോലും ഇന്ന് പ്രത്യാശയോടുകൂടി ഈശോൻ്റെ കുരിശിലേക്ക് നോക്കാം. ഈശോൻ്റെ ഉദ്ധിതനായ ഈശോൻ്റെ മുഖത്തേക്ക് നോക്കാം. കാരണം കുരിശിൻ്റെ വഴി ചെല്ലുന്നത് പോലെ തന്നെ മറ്റൊരു കാര്യവും നമുക്ക് ക്രിസ്ത്യാനികളായ നമുക്ക് കത്തോലിക്കരായ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഉദ്ധാനത്തിൻ്റെ വഴികൾ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ഹല്ലേലൂയ, സദ്വാർത്തയാണത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ടൊരു ചെറിയ ഉദാഹരണം. മോൻ്റെ പേര് നോയൽ. ഞാൻ നോയലിന് ഒരു 10 ലക്ഷം രൂപ കടം തരണേ. സന്തോഷമായല്ലേ? നോയലിന് 10 ലക്ഷം രൂപ ഞാൻ കടം കൊടുക്കണേ. അപ്പോൾ ഇടക്കിടക്ക് നോയലിങ്ങനെ ഞാൻ പിന്നെ തരാം, നോയലിനൊട്ടും സാധിക്കില്ല അതെനിക്ക് തിരിച്ച് തരാനായിട്ട്. നോയലിൻ്റെ സാഹചര്യത്തിൽ സാധിക്കില്ല, തരാം. അപ്പോൾ ഞാനിങ്ങനെ പലപ്പോഴും, നീ എൻ്റെ കടക്കാരനാണ്, പാപം ചെയ്യുന്നതിന് പാപത്തിന് അടിമയെന്ന് പറഞ്ഞ പോലെ നീ എൻ്റെ അടിമയായിട്ട് നിൽക്കണാണ്, 10 ലക്ഷം രൂപ നീ എനിക്ക് കടക്കാരനാണ്. അങ്ങനെ നിൽക്കുമ്പോൾ പതുക്കെ നോയൽ അറിയുന്നില്ല, അന്ന എന്നല്ലേ പേര്, അന്ന വന്നിട്ട് എനിക്ക് നീ തരാനുള്ള 10 ലക്ഷം രൂപ കൊണ്ടുവന്ന് തരിക. നോയൽ തരാനായിട്ടുള്ള 10 ലക്ഷം രൂപ എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ട് അന്ന തിരിച്ചു പോവുക. അപ്പോൾ അന്ന ഈ 10 ലക്ഷം രൂപ തന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് അന്ന മരിച്ചു പോവുകയാണ്. ഒരു ആക്സിഡൻറ്റിലോ എന്തോ ആയിട്ട് അന്ന മരിച്ചു പോകുന്നു. ഈ മരിച്ചുപോയ കാര്യവും അന്ന 10 ലക്ഷം രൂപ എനിക്കിവൻ്റെ കടം വീട്ടിയെന്നുള്ള കാര്യമോ നോയൽ അറിയുന്നില്ല. നോയൽ പതുക്കെ എന്നെ കാണുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് പറയും, ഞാൻ തരാട്ടോ 10 ലക്ഷം രൂപ. പക്ഷെ എനിക്കറിയാം ഇങ്ങനെ കടം വീട്ടിയ കാര്യം. പക്ഷെ ഞാനത് മറച്ചു വെക്കണാണ്. പോരണിടത്തോളം പോരട്ടെ എന്നുള്ള രീതിയിൽ നീ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നിന്നെ പറഞ്ഞിങ്ങനെ പറയുന്നുണ്ട്. 3 ദിവസം കഴിയുമ്പോഴത്തേക്കും അന്ന ഉയർത്തെഴുന്നേൽക്കണേ. ഉയർത്തെഴുന്നേറ്റ് നിൻ്റെ അടുത്തൊന്ന് പറഞ്ഞേ, നീ കൊടുക്കുവാനായിട്ടുള്ള കട ഞാൻ വീട്ടിൽ കഴിഞ്ഞു. ഈ സത്യം നീ അറിയുന്നു. അന്ന ഉയർത്തെഴുന്നേറ്റു, എൻ്റെ കടങ്ങളെല്ലാം എനിക്ക് വീട്ടിൽ തന്നു. ഇതാണ് മക്കളെ ഉദ്ധാനത്തിൻ്റെ വലിയ രഹസ്യം. നമ്മളുടെ മേലുണ്ടാകുന്ന സകല പാപകടങ്ങളും ഈശോ കൊടുത്തു വീട്ടി മരണത്തെ തോൽപ്പിച്ച്, ഈശോൻ്റെ മരണത്തോടു കൂടി മരണം പോലും മരിച്ചുപോയി. നല്ല സത്യം. അങ്ങനെ നമ്മുടെ പാപങ്ങളെല്ലാം ഈശോ കൊടുത്തു വീട്ടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉദ്ധിതൻ്റെ കൂടെ നമ്മൾ ഉദ്ധിതൻ്റെ കൂടെ നിൽക്കേണ്ടവരാണ്, വിജയം വരിച്ചവരാണ്. സാത്താനെ നമ്മൾ വിജയം വരിച്ച മക്കളാണ് നമ്മൾ ഓരോരുത്തരും.
നിങ്ങൾ ATM കാർഡ് കണ്ടിട്ടില്ലേ? നമ്മൾ ഓരോ കുമ്പസാരത്തിലും ചെയ്യുന്നത് എന്താണ്? വളരെ നല്ലപോലെ ഒരുങ്ങി അനുതാപത്തോടു കൂടി നമ്മൾ കുമ്പസാരിക്കുമ്പോൾ ഈ ATM കാർഡിട്ട് നമ്മൾ കാശ് വിഡ്രോ ചെയ്യുന്നത് പോലെ, കാര്യം ഈശോൻ്റെ പീഡാനുഭവവും ഉത്ഥാനവും വഴി നമ്മൾക്ക് വേണ്ടുന്ന സകല കൃപകളും ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുക, നമ്മുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ ഓരോ കുമ്പസാരത്തിലും അനുദപിച്ച് കുമ്പസാരിക്കുമ്പോൾ നമ്മൾ ATM കാർഡിട്ട് 10,000 എടുക്കുന്നു, 50,000 എടുക്കുന്നു. ഇതേപോലെ നമുക്ക് കൃപകൾ നമുക്ക് കിട്ടുകയാണ്. ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ ഒരുങ്ങി നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് കുമ്പസാരക്കൂട്ടിൽ ഏറ്റുപറയുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ഈശോയുടെ കൃപകൾ നമുക്ക് സമൃദ്ധമായിട്ട് കിട്ടുകയാണ്. അപ്പോൾ നമ്മളുടെ സഭ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയെ വിജയം വരിച്ച സഭയാണ്. ഈ സഭയോടൊപ്പം, ഈ ഉദ്ധിതനായ കർത്താവിനോടൊപ്പം നമ്മൾ നീങ്ങേണ്ടത്. ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി ഈശോ കുരിശിൽ മരിച്ചു, എല്ലാ പാപകടങ്ങളും വീട്ടി നമ്മളെ സ്വന്തമാക്കിയൊരു കർത്താവാണ് നമുക്കുള്ളത്. ഇതുമാത്രം ഭാഗ്യമുള്ള മക്കളാണ് നമ്മൾ. ഇത് നമ്മളിൽ നിന്ന് മറച്ചു വെക്കുക എന്നുള്ളതാണ് സാത്താൻ്റെ വലിയൊരു ദൗത്യം. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ഈശോൻ്റെ ഉദ്ധിതനായ കർത്താവിൻ്റെ മക്കളായിട്ട് നമ്മൾ ജീവിക്കണം. അങ്കിള്, ഉയർത്തിട്ട് ഈശോ നമ്മളോട് എന്താ ആവശ്യപ്പെടുന്നത്? ഉദ്ധിതനായ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ ഒരു സത്യം ലോകം മുഴുവൻ അറിയിക്കുക എന്നുള്ള ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ദൗത്യം അതാണ്, അല്ലേ? ഈ ഒരു സത്യം സകലരെയും അറിയിക്കുക. സത്യം, നിങ്ങൾ സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം എന്താണ് സത്യം? ഇന്ന് നമ്മൾ ശരിക്കും കബളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലവരും ഈ സത്യം അറിയുന്നില്ല, അല്ലേ? സാത്താൻ ഈ സത്യം പലരിൽ നിന്നും അവനിത് മറച്ചു വെക്കണം. ഈശോ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾ നിരാശയിൽ കഴിയേണ്ടവരല്ല, പ്രത്യാശയുടെ മക്കളായിട്ട് നിങ്ങൾ മാറണം. ഇതാണ് നമ്മൾ എല്ലാവരിലേക്കും കൊടുക്കേണ്ട ഒരു സത്യം, പകർന്നു നൽകേണ്ട ഒരു വലിയ സത്യം. ഇത് മറച്ചു വെക്കുക എന്നുള്ളതാണ് സാത്താൻ്റെ ഒരു വലിയ ഒരു ദൗത്യം. അപ്പോൾ ഇത് നമ്മൾ പരാജയപ്പെടുത്തണം. നമ്മൾ കാണുന്നവരോടെല്ലാം പറയണം, ഈശോ നിനക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ മക്കളാണ് നമ്മൾ. സുവിശേഷം നമ്മൾ എല്ലാവരുടെ അതല്ല പറഞ്ഞാൽ, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുകയും. ഇത് കത്തോലിക് ക്രിസ്ത്യാനികളാണ് നമ്മളുടെ ഒരു വലിയ ദൗത്യമാണ്. ലോകം മുഴുവനും പോയി സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത്. എന്താണ് സുവിശേഷം? ഇത് ലോകത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ആ രക്ഷകൻ എല്ലാ പീഡകളും സഹിച്ച് നമ്മൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഒരു വർഷം കരുണയുടെ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാര്യം എല്ലാവരും അറിയണം, ഇത് എല്ലാവരും അറിയണം. എല്ലാവരും പ്രത്യാശയിലേക്ക് നോക്കണം. ദൈവം കരുണയുടെ ആ ഒരു മുഖം എല്ലാവരും തിരിച്ചറിയണം. എത്ര കൊടും പാപിയാണെങ്കിൽ നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നീ തിരിച്ചു വാ, വെളിച്ചത്തിലേക്ക് തിരിച്ചു വാ. എല്ലാവരോടും നമ്മൾ വിളിച്ചു പറയണം, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ ഉദ്ധിതൻ്റെ ഈ സദ്വാർത്ത ലോകം മുഴുവൻ നമ്മൾ പറയുക എന്നുള്ളതാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മളോട് ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത്, നിങ്ങളുടെ അയൽവക്കക്കാരുടെ അടുത്ത്, കാണുന്നവരുടെ ഈ ഒരു സദ്വാർത്ത അറിയിക്കണം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾ ദുഃഖിച്ച് കഴിയേണ്ടവരല്ല. കരയുന്നവരോട് പറയണം, കരയല്ലേ, ഇനി ചിരിക്ക്, നിങ്ങൾ സന്തോഷിക്ക്, ഹല്ലേലൂയ പാട്. ദൈവം നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എല്ലാ അടിമത്തത്തിൽ നിന്നും, എല്ലാ പാപത്തിൻ്റെ പീഡകളിൽ നിന്നും, എല്ലാ ഞെരുക്കങ്ങളിൽ നിന്നും നമ്മൾ ഉയർത്തെഴുന്നേൽക്കേണ്ട മക്കളാണ്. അങ്ങനെ വിജയം വരിച്ച സഭയോട് ചേർന്ന് സഭയാവുന്ന നൗകയിൽ നമ്മൾ ഈശോ മാതാവ്, മാലാഖമാരി, ഇവരെല്ലാം വിശുദ്ധരോടെല്ലാവരോടും കൂടി നമ്മളിങ്ങനെ ആ രംഗം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. സഭയാവുന്ന നൗകയിൽ നമ്മളെല്ലാവരും, നമ്മളുടെ കൂട്ടുകാരും മാലാഖമാരും എല്ലാവരും കൂടി നമ്മൾ സ്വർഗം ലക്ഷ്യമാക്കി നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ വലിയ ദൗത്യം. എല്ലാവരെയും ഈ നൗകയിൽ കയറ്റുക. വിശുദ്ധർ നമ്മുടെ കൂടെയുണ്ട്, മാലാഖമാർ നമ്മുടെ കൂടെയുണ്ട്. എല്ലാവരും കൂടി സഭയാവുന്ന നൗകയിൽ നമ്മൾ വചനം പഠിച്ച് സുഹൃത ജപങ്ങളൊക്കെ ചൊല്ലി നമ്മൾ സ്വർഗം ലക്ഷ്യമാക്കി. കാരണം സ്വർഗത്തിൻ്റെ കവാടം തുറന്നിട്ടു. ഈശോ ഉയർത്തെഴുന്നേറ്റ് പോയി സ്വർഗ കവാടം എല്ലാവർക്കും വേണ്ടി തുറക്കപ്പെട്ടു. അതിലേക്ക് സഭയോട് ചേർന്ന് നമ്മൾ യാത്ര ചെയ്യുക. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം. നമുക്ക് അങ്കിളിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഈശോനോട് ഒരു പ്രത്യേക സ്നേഹം തോന്നണല്ലേ?
നമ്മൾ ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതോടും കൂടുതൽ സ്നേഹമാണല്ലേ. ഇതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ഈശോ ചെയ്തത്. അപ്പോൾ ആ സന്തോഷത്തിൽ നമുക്കിനി ഒരു ആക്ഷൻ സോങ് കാണാം. അപ്പോൾ വചനം സുഹൃജപം ഏറ്റുപറയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 4-ാം വാക്യം. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. സുഹൃജപം. ഈശോയെ എല്ലാത്തിനും നന്ദി പറയാൻ എന്നെ അനുഗ്രഹിക്കണമേ. നമുക്ക് അമ്മാമ്മയുടെ കഥ കേൾക്കാം. അമ്മാമ്മ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വചനവും സുഹൃജപം ഏറ്റുപറയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 4-ാം വാക്യം. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. ഇനി സുഹൃജപം. ഈശോയെ എല്ലാത്തിനും നന്ദി പറയാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് യൂറേഷ്യ എന്ന മമ്മ റോസ് എന്ന വിശുദ്ധയെക്കുറിച്ചാണ്. ആ വിശുദ്ധ ജനിച്ചത് ഇറ്റലിയിലാണ്. പഠിക്കണമെന്നും വലിയ ആളാകണമെന്നൊക്കെ ആഗ്രഹം ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നെങ്കിലും 2-ാം ക്ലാസ് വരെ പഠിക്കാൻ സാധിച്ചുള്ളൂ. വീട്ടിൽ അത്രമാത്രം ദാരിദ്ര്യമായിരുന്നു. മാതാപിതാക്കളെ സഹായിക്കാൻ വേണ്ടി വയലിലും വീട്ടിലും എല്ലാം ജോലി ചെയ്ത് അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കിട്ടണത് ഇവളുടെ ആ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലേക്ക് പുസ്തകം എടുത്ത് വെച്ച് വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്ത്. അപ്പോൾ അയൽവക്കത്തെ കുട്ടികൾ ചോദിക്കും, എന്തിനാ ഇങ്ങനെ പഠിച്ചിട്ട്, എന്താ കാര്യം എന്ന് ചോദിച്ച് പറഞ്ഞ്, എനിക്ക് ബൈബിൾ വായിക്കണം, ആരുടെയും സഹായം കൂടാതെ ബൈബിൾ വായിക്കാൻ വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത്. അങ്ങനെ അവളത് പഠിച്ചെടുത്ത് അങ്ങനെ ബൈബിൾ വായിക്കുമായിരുന്നു. നല്ല കുട്ടിയായിട്ടാണ് വളർന്നു വന്നത്. നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം ഉപകാരിയായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അവളെ വിളിച്ചിരുന്നത് റൊസീന എന്നാണ്. റൊസീന എല്ലാവർക്കും എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ സന്നദ്ധയായിരുന്നു. അപ്പോൾ അടുത്ത വീട്ടിലെ ഒരു സ്ത്രീ പെട്ടെന്ന് മരിച്ച്. അവർക്ക് കൊച്ചു കുട്ടികൾ 3 എണ്ണം ഉണ്ടായിരുന്നു. അവരെ നോക്കാൻ ആരുമില്ല. ആ അനാഥരായ കുട്ടികളെ നോക്കാനായിട്ട് ആരും ഇല്ലാത്തത് കൊണ്ട് ഇവളുടെ ഉറക്കം കെട്ട്. എന്തു ചെയ്യും? ഇവൾക്ക് ദാരിദ്ര്യം കൊണ്ട്
സ്വീകരിക്കാനായിട്ട് സാധിക്കുമോ? അപ്പോൾ അത് വളരെ വിഷമത്തോടു കൂടി ഇവൾ ചിന്തിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവരെ ഒരു സംരക്ഷണം ഏറ്റെടുക്കാൻ ആരെങ്കിലും വരണേന്ന്. പക്ഷെ ആരും വന്നില്ല. ഇവൾ തന്നെ മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടി ഇവൾ തന്നെ കുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത് കുഞ്ഞുങ്ങളെയുമായിട്ട് ഇവൾ അവർക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. മൂത്ത കൊച്ച് പെട്ടെന്ന് മരിച്ചുപോയി. ബാക്കി 2 എണ്ണം ഉണ്ട്. അവരെ സ്വന്തം മക്കളെപ്പോലെ ആ ചെറുപ്രായത്തിലേ ഈ കൊച്ചുങ്ങളെ വളർത്തി. ആത്മീയതയിൽ ഒരുപാട് പ്രാർത്ഥനയൊക്കെ പഠിപ്പിച്ച് എല്ലാ ദിവസവും പള്ളി കൊണ്ടുപോയി കുർബാനയിൽ സംബന്ധിപ്പിച്ച് അങ്ങനെയൊക്കെ ആത്മീയതയിലും വളർത്തി കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൾ 10-18 വയസ്സായപ്പോൾ എല്ലാവരും ഇവളുടെ സൽസ്വഭാവം കണ്ട് വിവാഹത്തിന് വേണ്ടി പലരും ഇവളെ ആഗ്രഹിച്ചു. പക്ഷേ ഇവൾ പറഞ്ഞത്, ഈ കുഞ്ഞുങ്ങളെ ദൈവം എൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, ഞാൻ ഒരിക്കലും ഇവരെ ഇട്ടിട്ട് ഒരിടത്തും പോവില്ല എന്ന് പറഞ്ഞു. ഈ സമർപ്പണം കേട്ട വികാരി അച്ഛൻ ഇവൾക്ക് വേണ്ടി ഒരു നല്ലൊരു വിവാഹാലോചനയുമായിട്ട് വന്നു. ആ ആൾ നല്ലൊരു മനുഷ്യനായിരുന്നു. അയാൾ പറഞ്ഞ്, ഞാൻ ഈ കുഞ്ഞുങ്ങളെ എൻ്റെ മക്കളെപ്പോലെ വളർത്തും എന്ന് പറഞ്ഞ് അത് കേട്ടപ്പോൾ തന്നെ ഇവൾക്ക് വലിയ സന്തോഷമായി. അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഇവർക്ക് 9 മക്കളുണ്ടായി. അപ്പോൾ ഈ 9 മക്കളും ഇവരുടെ 2 മക്കളും അങ്ങനെ 11 മക്കളും അപ്പനും അമ്മയും കൂടി എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും കുർബാന അർപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾക്ക് ഭയങ്കര സന്തോഷം. അത് തന്നെയുമല്ല, കുടുംബത്തിൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പാട്ടും കളിയും ഡാൻസും എല്ലാം കൂടി നല്ല സന്തോഷമാണ്. അവിടെ ഒരു സ്വാർത്ഥതയില്ല. എന്ത് കിട്ടിയാലും പങ്കുവെച്ചേ കഴിക്കുള്ളൂ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും ആദരിച്ചും ഒക്കെ ജീവിക്കണത്. ഇത് പല കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുതലാകണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവരുടെ വളർച്ചയും ഇവരുടെ ആ സ്നേഹപ്രകടനങ്ങളും ഒക്കെ പലരെയും ആകർഷിച്ച് കുഞ്ഞുങ്ങളുടെ അപ്പോൾ ദരിദ്രരായിട്ടുള്ള കുഞ്ഞുങ്ങൾ, ആരും നോക്കാനും ഇല്ലാത്ത കുടുംബങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ ആൾ കൊണ്ടുവന്ന് ഈ റൊസീനയെ ഏൽപ്പിക്കും. അവൾ വളർത്തും. അങ്ങനെ കുഞ്ഞുങ്ങളുടെ എണ്ണം പെരുകിക്കൊണ്ടിരുന്നു. അങ്ങനെ എല്ലാവരും ഇപ്പോഴത്തെ കാലത്ത് ചെറിയ കുടുംബമാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അവിടെയുള്ള സ്വാർത്ഥതയും അവിടെയുള്ള ബുദ്ധിമുട്ടുകളും മറ്റുള്ള വിഷമിപ്പിച്ചുള്ള ഒരു ജീവിതമൊക്കെ കണ്ട് മടുത്ത ആളുകളാണ്. ഈ റൊസീനയുടെ കുഞ്ഞുങ്ങളെ കണ്ട് പലർക്കും വലിയ അത്ഭുതമാണ് തോന്നുന്നത്. നീ എങ്ങനെ ഈ കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യണമെന്ന് ചോദിക്കും പലരും. അപ്പം എന്താ ഇവള് പറയണ, പ്രാർത്ഥനയും മാതാവിനോടുള്ള പ്രത്യേക ജപമാലയും ആണ് ഈ കുഞ്ഞുങ്ങളെ ഇത്രയും നല്ലവരായിട്ട് വളർത്താൻ എന്നെ സഹായിക്കുന്നത്. എപ്പോഴും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇവൾ പ്രാർത്ഥിക്കും. എന്ത് ജോലി ചെയ്യുമ്പോഴും അത് പ്രാർത്ഥനയായിട്ടാണ് ഇവൾ മാറ്റുന്നത്. ജോലി ചെയ്യുന്നതിനിടയ്ക്ക് സുഹൃദേവൻ ചൊല്ലിക്കൊണ്ട് നടന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആത്മീയതയിൽ അത് കാരണം ഒത്തിരി വളരും. അവർ വളർന്ന് എന്തും അവർക്കെല്ലാം അറിയാം. വിവേകവും ജ്ഞാനവും ഒക്കെ ആയിട്ടാണ് അവർ വളർന്നു വന്നത്. പല കുടുംബങ്ങളെയും അതുകൊണ്ട് ആകർഷണമായി ഈ റൊസീനയുടെ കുടുംബം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൾക്ക് എന്തോ അസുഖം വന്ന് 67 വയസ്സായപ്പോൾ അവൾ മരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ഒരുവിധം വലിയതായി, അവരവരുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ ആയി. 2005 ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയാണ് ഇവളെ ധന്യ എന്ന് നാമകരണം ചെയ്തത്. മാർപ്പാപ്പ പറഞ്ഞത് എന്താണെന്നോ, ഇന്നത്തെ കാലത്ത് 2 കുട്ടികളല്ല 1 കുട്ടി മതിയെന്ന് പറയുന്നവർക്ക് വലിയൊരു മാതൃകയാണ് റൊസീന. അതായത് മമ്മ റോസ് എന്നാണ് ഇവളെ എല്ലാവരും വിളിച്ചിരുന്നത്. യൂറേഷ്യ എന്നാണ് ജ്ഞാനസ്നാന പേര്.
ഹോളിഡേയ്സ് ആയി കഴിയുമ്പോൾ മിക്ക വീടുകളിലും കാണുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടതല്ലേ. നമ്മളുടെ കൂട്ടുകാരൊക്കെ നമ്മളുടെ അടുത്ത് വരുമ്പോൾ നമ്മുടെ അനിയത്തിമാരെയും അനിയന്മാരെയൊക്കെ ഒന്ന് ഒഴിവാക്കും അല്ലേ. കിട്ടുകയാണെങ്കിൽ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ അവരൊന്ന് കളിയാക്കുകയും കൂടെ ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻ ഫ്യൂച്ചർ ഈ കൂട്ടുകാരൊക്കെ ഒരു ലിമിറ്റ് വരെ ഉണ്ടാവുള്ളൂ. ബട്ട് അറ്റ് ദി എൻഡ് വരെ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ആരായിരിക്കും? നമ്മുടെ സഹോദരന്മാർ. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ അവരെ ഹേർട്ട് ചെയ്യാണ്ടിരിക്കാനൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. നമുക്ക് വചനവും സുകൃതവും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 4-ാം വാക്യം. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. ഇനി സുകൃതജപം. ഈശോയെ എല്ലാത്തിനും നന്ദി പറയുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരേക്കും ബൈ.